വാ അമ്മായി, വാ. അമ്മായി, ഈ നിൽക്കുന്നത് ഗാഥയാ. അല്ലാതെ പിന്നെ? ഉറപ്പാണല്ലോ. ആ, ഇവർക്കൊക്കെ ഇത് എന്താ പറ്റിയതമ്മേ? സുമിത്രേ, നീ മിണ്ടാതിരിക്കേ. അച്ഛനും അമ്മയും മോളും കൂടി കുറെ നാളായിട്ട് തെളിവ് അന്വേഷിച്ച് നടക്കുന്നു. അവര് തെളിവ് തരട്ടെ. അതെ, തരുന്ന തെളിവ് കാണുമ്പോ ആരും ഞെട്ടരുത്. നവീനും കൂടെ വിളിച്ചോണ്ട് വരാം. അടുത്തതന്നെ ഇപ്പൊ കൊണ്ടുവരും. ഇതിന്റെ ഈ നിൽക്കുന്നതിന്റെ അതിന്റെ ഫോട്ടോ സെറ്റ്. അപ്പഴാ ഇവിടെ ചിലരൊക്കെ ഞെട്ടാൻ പോകുന്നതും കെട്ടി തൂക്കി ചാവാൻ പോകുന്നതും. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ നോക്കിക്കോളാം. അതെ, ഗാഥ എവിടെ? ഗാഥ അവിടെ ഉണ്ടല്ലോ. അവിടെ ഒരു ഗാഥയുണ്ട്. ഇവിടെ നിന്നിരുന്ന ഗാഥ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. അവിടെ ഒരു ഗാഥ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഗാഥ വരുന്നത് എങ്ങനെയാ? അനിയൻ സാറിന് വേണ്ടി ചെക്ക് ഏറ്റുവാങ്ങിയ ഗാഥയില്ലേ, ആ ഗാഥ എവിടെയെന്നാ ചോദിച്ചേ. ഓ, ആ ഗാഥ. നീ വാ, ഞാൻ കാണിച്ചു തരാം. അല്ല, അവിടെ ഒരു ഗാഥ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഗാഥ. ഈ കീർത്തി വാ. ചെക്ക് വാങ്ങിയ ഗാഥയല്ലേ? ഇതാ നിൽക്കുന്നു. ഇതിവിടെ ഉണ്ടായിരുന്ന ഗാഥയാ. അയാളുടെ കൂടെ വന്ന് ചെക്ക് ഏറ്റുവാങ്ങിയ ഗാഥ എവിടെയെന്നാ ഞാൻ ചോദിക്കുന്നേ. ഗാഥ അനിൻ സാറിന്റെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങിയത് താനല്ലേ? അതെ. പിന്നെ ഈ കീർത്തി എന്താ പറയുന്നേ? ഞാൻ സമ്മതിക്കില്ല. ഞാൻ രണ്ടുപേരും ഒരുപോലെ കണ്ടതാ. എടാ മോനെ നവീനെ, ഈ നിൽക്കുന്നത് ഗാഥയാണെന്ന് സമ്മതിച്ചു. പക്ഷേ ഈ ഗാഥയല്ല മറ്റേ ഗാഥ, മറ്റേ ഗാഥയല്ല ഈ ഗാഥ. കാലങ്ങളായി രണ്ട് ഗാഥമാരും ഒറ്റ ഗാഥയിൽ നിന്നും നമ്മളെ എല്ലാവരെയും പറ്റിച്ചോണ്ടിരിക്കുക. ഇവരോട് ചോദിക്ക്, അവള് സത്യം പറയും. സത്യം പറഞ്ഞില്ലെങ്കിൽ അവളുടെ കരണക്കുറ്റിയോ കൊറണ കൊടുക്കടാ, അപ്പൊ സത്യം പറയോളൂ. എടാ നവീനെ, ചോദിക്കടാ. ഇവള് ഇത്രയും കാലം ആരുടെയൊക്കെ കൂടെ ചേർന്നിട്ടാ നമ്മളെയൊക്കെ പറ്റിച്ചെന്ന് ചോദിക്കടാ. എന്തിനാ ഈ ആൾമാറാട്ടം നടത്തുന്ന ചോദിക്കടാ. ആൾമാറാട്ടം നടത്തുന്ന എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അനിയൻ സാറിന്റെ കൂടെ വന്ന മോളിക്കുട്ടിയില്ലേ, അവളെ കേറി പിടിച്ചു നിന്റെ ഈ അമ്മാവൻ. കേറി പിടിച്ചതല്ല, പിന്നെ ഞാൻ നോക്കുമ്പോ ആരും ഇല്ലാത്ത സ്ഥലത്ത് അവളിങ്ങനെ പതുങ്ങി നിൽക്കുന്നു. ഇതാണ് സൗകര്യം ഓർത്ത് അപ്പ ഞാൻ കയറി പിടിച്ചതാ. നാണമില്ലല്ലോ അമ്മാവന്. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഇവിടെ നിൽക്കുന്നില്ലേ മറ്റേ ഗാഥ, ആ ഗാഥയാണെന്ന് കരുതിയാണ് ഞാൻ മറ്റോളെ കയറി പിടിച്ചത്. അപ്പോഴത്തേക്കും അവള് രക്ഷപ്പെട്ടു പോയി, മറ്റോള് എന്റെ കയ്യിലും ആയി പോയി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ, ആ പെൺകുട്ടിയെ കയറി പിടിച്ചത് മറ്റാരും ചോദിക്കാതിരിക്കാൻ വേണ്ടിയാ. ഗാഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഈ അന്വേഷണം.